ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഈസി കോഡ്സ്. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും? ഞാൻ 2 ദിവസം സാറ്റർഡേ സൺഡേ ഇന്നൂടെ റിവിഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. പെൻഡിങ് ടോപ്പിക്സ് എല്ലാം തീർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും തീർത്തു എന്ന് വിശ്വസിക്കുന്നു. ഒരുവിധം എല്ലാവരും തീർത്തിട്ടുണ്ടോ? അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ മോട്ടിവേഷനും കുറേ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതുതായിട്ട് വരുന്നവരൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇനി പഠിക്കാൻ സമയമില്ല, 1.5 മാസമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അപ്പോൾ ഈ 1.5 മാസം നമുക്ക് കൊണ്ട് സെറ്റാക്കാം എന്നുള്ള രീതിയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതായത് ഇനി നമ്മൾ പഠിച്ചു തുടങ്ങി കുറേ ഇനി ഒരു 1 വീക്ക് കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു ഊർജ്ജത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം. ഈ ഒരു 1.5 മാസം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നതായിട്ട് കാരണം ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമ്പം അടുത്ത എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ അടുത്ത ഇനി മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ ഒന്നും കൂടി നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുമ്പം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തായാലും 10th പ്രിലിംസ് ക്രാക്ക് ചെയ്യണം. പ്രിലിംസ് മാത്രം കൊണ്ട് നമ്മൾ നിർത്തരുത് ഒരിക്കലും. പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണം. അപ്പം ആദ്യം നമ്മുടെ ലക്ഷ്യം പ്രിലിംസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം പ്രിലിംസ് കിട്ടിയാൽ മാത്രമല്ല മെയിൻസ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ ഫുൾ എഫോർട്ട് ഇട്ട് പഠിക്കുക. ഓക്കെ, നമ്മുടെ ഈ 1.5 മാസം നമ്മൾ നല്ല രീതിക്കൊന്ന് വർക്ക് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുമെന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നമുക്ക് നമ്മൾ സ്ട്രോങ് ആണ്. മനസ്സിലായോ? നമ്മൾ നന്നായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പം നമ്മൾ നല്ല സ്ട്രോങ് ആണ്. നമ്മൾ വിചാരിക്കുകയാണെന്ന് എന്നെക്കൊണ്ട് പറ്റുമോ? ഇന്നലെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് സ്റ്റേറ്റ് ലെവൽ അല്ലല്ലോ, ഇത് ഡിസ്ട്രിക്ട് ലെവൽ അല്ലല്ലോ, ഇത് സ്റ്റേറ്റ് ലെവൽ അല്ലേ, അപ്പോൾ എനിക്ക് കിട്ടുമോ എന്ന് ആ ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു സംശയം നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം എടുത്ത് കളയണം കേട്ടോ. അപ്പം നമ്മളെ ട്രസ്റ്റ് ചെയ്യണം. നമ്മൾ ഒരു ജസ്റ്റ് വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ അറിയാം. ഒരു സ്കൂട്ടർ ഓടിക്കുമ്പം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു സ്കൂട്ടർ ഓടിക്കുമ്പോൾ നമ്മൾ ഒരു കല്ലിൽ കയറുമോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വീഴുമോ എന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചാൽ മതി. ശരിക്കും നമ്മൾ വീഴും. പക്ഷേ എനിക്കത് പോകാൻ പറ്റും, എന്താ ഈസി അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് വെറും ഈസി ആയിട്ട് മാറും. അതുപോലെ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് അതൊന്ന് കൊണ്ടുവരാൻ നോക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പം എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞൊന്ന് ഇറങ്ങി നോക്കിക്കേ, അത് പറ്റും, ഉറപ്പായിട്ടും പറ്റും. എനിക്കെടുക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമല്ലോ, എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിക്കൂടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സംഭവം നമുക്ക് ഉറപ്പായിട്ടും പറ്റും. അതാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം നടക്കും കേട്ടോ. അതൊരു പവറാണ്. അപ്പം പക്ഷേ അതിൻ്റെ നേരെ നെഗറ്റീവും ഉണ്ട്. നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ അത് നടക്കത്തുമില്ല. നമ്മളിപ്പം എന്നെക്കൊണ്ട് നടക്കുമോ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാൻ എങ്ങനെയാണ് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. അത് നടക്കുന്ന കാര്യമാണെങ്കിൽ പോലും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് നമ്മളിലൊരു വിശ്വാസം വേണം. എനിക്കത് നേടിയെടുക്കാൻ പറ്റും, ഞാനത് നേടും. എന്നെപ്പോലുള്ള കുട്ടികളാണ് എല്ലാവരും നമ്മളെപ്പോലുള്ളവരാണ്. എല്ലാവരും കഷ്ടപ്പെട്ടിട്ടും പല പ്രതിസന്ധികളിലും, ഇപ്പം കുഞ്ഞുണ്ടെന്നോ അല്ലെങ്കിൽ 2-3 കുഞ്ഞുങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ്. അപ്പോൾ എന്തെല്ലാം ആയിക്കോട്ടെ, അതൊക്കെ ഓരോ കടമ്പകളാണ്. ഇതെല്ലാം മറികടന്ന് വരണം. അല്ലാതെ വെറുതെ നമുക്ക് ആരും കൊണ്ടു തരത്തില്ലല്ലോ. അപ്പം നമ്മൾ ഒരു ദുഃഖത്തിന് ഒരു സന്തോഷം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ സ്ട്രഗിളിന് നാളെ നമുക്കൊരു സന്തോഷം കിട്ടും. ഈ സ്ട്രഗിൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് മറികടക്കണം. അപ്പം എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കണ്ടെത്തണം. നമ്മൾ അതിനെ ഇതാക്കാൻ, മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. നമുക്ക് എല്ലാത്തിനും ഉള്ള ഇതുണ്ട്. അങ്ങനെയാണ് നമ്മൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു അത് നമ്മൾ പുറത്തെടുക്കുക. നമ്മളുടെ എല്ലാം ഉള്ളിൽ അത് ഇങ്ങനെ ഉറങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ അതിനെ പുറത്തെടുക്കുക. എനിക്കത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റും, എന്നെപ്പോലുള്ളവരാണ് അവരെല്ലാവരും, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാര്യം ചെയ്തില്ലേ. അപ്പോൾ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. നീ അത് ചെയ്യുന്ന കൊള്ളാം, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മളത് കൊണ്ടുവരിക. അവരത്രയും പറഞ്ഞില്ലേ, അപ്പോൾ എന്നെക്കൊണ്ട് അത് പറ്റിയില്ലേ, ഒരുപാട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞാണല്ലോ. അപ്പം അത് മനസ്സിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ അതിനെ ബൂസ്റ്റ് ചെയ്തിട്ട് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ
മുന്നോട്ട് പോവുക കേട്ടോ. അപ്പം ഇതുപോലെ ടോപ്പിക്കുകൾ തരുമ്പോഴത്തേക്കും ഇത്രയും ടോപ്പിക്ക് എങ്ങനെ ഞാൻ പഠിച്ചു തീരും എന്ന് വിചാരിച്ചുകൊണ്ട് ആരും അതിനെ സമീപിക്കരുത്. ഇത്രയും ടോപ്പിക്ക് എന്താ എന്നെക്കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റാത്തത്, എന്നെക്കൊണ്ട് എന്തുകൊണ്ട് തീർക്കാൻ പറ്റുന്നില്ല, എത്രയോ പേര് തീർക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ വീഡിയോ ഇടുന്ന ഞാൻ വരെ ഈ വീഡിയോ നിങ്ങൾ എന്നെ തന്നെ നോക്കിക്കോ, എന്നെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഈ വീഡിയോ ഇടാൻ അത് സമയം കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ ക്ലാസ് ഇടാൻ സമയം കണ്ടെത്തുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടി ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അപ്പോൾ എനിക്ക് പഠിച്ചുകൂടാ എന്ന് സ്വയം ചോദിക്കണം. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് സ്വയം പഠിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് 1-2 മണിക്കൂറിൻ്റെ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ അത്രയും മണിക്കൂർ മതിയായിരിക്കുമല്ലോ നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും ടോപ്പിക്ക്. അപ്പം നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കിക്കുക, അതിൻ്റെ കൂടല്ലേ ഞാനും പഠിക്കുന്നത്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക കേട്ടോ. അതായത് എന്താണ്, ഇത്രയുമുള്ള ഈ പ്രയാസങ്ങളൊക്കെ നമ്മൾ കടന്നു പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, വിജയം ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അബ്ദുൽ കലാം പറഞ്ഞ വേർഡ്സാണ് അതെല്ലാം കേട്ടോ. അപ്പം അത് അത്രത്തോളം അത് വളരെ സത്യസന്ധമായ കാര്യമാണ് കേട്ടോ. അപ്പോൾ അത്രയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നാലേ നമുക്ക് ആ ഒരു വിജയം കിട്ടുമ്പോൾ ശരിക്കും നമുക്കത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ച് നന്നായിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ടോപ്പിക്കുകൾ തീർക്കാനുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പെൻഡിങ് വന്നിട്ടുണ്ട് എന്നൊക്കെ. അപ്പം എനിക്ക് അതൊക്കെ ഞാൻ ആ ടോപ്പിക്കുകളൊക്കെ ഒന്ന് തീർത്തു. അതുകൊണ്ട് എനിക്ക് ക്ലാസ്സുകളൊന്നും വലുതായിട്ട് ഇടാൻ പറ്റിയില്ല. പിന്നെ കുഞ്ഞിന് വയ്യാത്തത് കൊണ്ട് ഇത്തിരി ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ പോയതുകൊണ്ടാണ് ഞാൻ പിന്നെ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അതെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. വളരെ ഒരു 12 മിനിറ്റ് 13 മിനിറ്റ് എന്തോ സംതിങ്ങേ ഉള്ളൂ. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ്. എല്ലാവരും അത് കാണണം കേട്ടോ. എന്താണ് ടെന്നീസ് ടൂർണമെൻ്റ് ആണ് ഇട്ടത്. അപ്പം അത് എന്താണ് അപ്ഡേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം. പിന്നെ അപ്പം ഇതുപോലെ തന്നെ എല്ലാവരും മുന്നോട്ട് വരിക കേട്ടോ. അതുകൊണ്ട് ക്ലാസ്സുകളൊന്നും എനിക്ക് അധികം ഇടാൻ പറ്റിയില്ല. അപ്പം ഞാനും എൻ്റെ എല്ലാം ഒന്ന് പെൻഡിങ് എല്ലാം തീർത്തൊന്ന് റിവൈസ് ചെയ്ത് സെറ്റായി. അപ്പം നമ്മൾ മൺഡേയിലേക്ക് വേണ്ടിയിട്ട് ഇനി ഞാൻ ക്ലാസ്സുകൾ ഇടാൻ നോക്കാം കേട്ടോ. അപ്പം മൺഡേയിലേക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ടോപ്പിക്കെല്ലാം ബയോളജിയാണ്. ബയോളജിയും കൂടി തീർന്ന് നമ്മുടെ SCERT തീരുവാണേ. അപ്പം പിന്നെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്താണ് ഈ എക്കണോമിക്സിൻ്റെതും ഒക്കെ എല്ലാം ഷഫിളായി കിടക്കുന്ന കുറച്ച് സിലബസിൻ്റെ കുറച്ച് ഷഫിളായി കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ തീർക്കാനുള്ള. അത് ഒരു ദിവസം കൊണ്ട് അത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ബയോളജി തീർന്നു കഴിഞ്ഞിട്ട് അതോട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റാങ്ക് ഫെയിലോട്ട് കിടക്കാം. റാങ്ക് ഫെയിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് പുതിയ SCERT ചാപ്റ്ററൂടെ ആഡ് ചെയ്ത് പോവാം കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ പഠിച്ച് എൻ്റെ കൂടെ ഓടി വരുക കേട്ടോ. കാരണം നമുക്കിനി സമയമില്ല, നമുക്ക് 1.5 മാസമേ ഉള്ളൂ. ഞാൻ ഇനി തൊട്ട് ഡേ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതായത് നമ്മുടെ ഇനി 10th പ്രിലിംസ് വരെയുള്ള ഡേറ്റ് നമ്മുടെ പുറകിൽ നിന്ന് നമ്മൾ പോവുകയാണ് കേട്ടോ. എത്ര കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള നേരമായി കേട്ടോ. അപ്പം ഞാൻ അത് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നന്നായിട്ട് നല്ല രീതിക്ക് പഠിച്ച് എൻ്റെ കൂടെ വരിക. ഓക്കെ, നമുക്ക് ഈ എക്സാം എങ്ങനെയും നേടിയെടുക്കണം. ഈ 10th പ്രിലിംസ് നമുക്ക് പാസ്സായിട്ട് എങ്ങനെയും ആ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ എന്താണ് ലാബ് അസിസ്റ്റൻറ്റ് അങ്ങനെയൊക്കെ കുറേ പോസ്റ്റുകളുണ്ട്. അപ്പം അതിനകത്ത് ഏതെങ്കിലും എന്നല്ല എല്ലാത്തിനകത്തും വീഴണം. അപ്പം നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നവരും പഠിക്കാനും മടിയുള്ളവരും ഒക്കെ വരുമോ, കുഴപ്പമില്ല. നമുക്ക് കൂട്ടത്തോടെയല്ലേ പഠിക്കുന്നത്, എല്ലാവരോടും ഒരുമിച്ചല്ലേ പഠിക്കുന്നത്. ഇത്രയും നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടുമ്പോൾ നിങ്ങളുടെ അടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നടക്കുന്നതും ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നതും ഇനിയും നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പം അത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഇനി ഇത് നിങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതം എന്താവും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ എന്തായാലും നമുക്ക് ഈ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ ഏജ് ഓവറായി അല്ലെങ്കിൽ പിന്നെ PSC അടുത്ത മാറ്റങ്ങൾ കൊണ്ടുവന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കൊന്ന് എത്തിപ്പിടിക്കാനോ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ഒരു സാഹചര്യമോ അല്ലെങ്കിൽ എന്താണ് ഒരു അവസരമോ അല്ലെങ്കിൽ നമ്മുടെ സമയമോ കഴിഞ്ഞു പോയി കാണും. അപ്പം അതിന് മുന്നേ ഇങ്ങനൊരു സാഹചര്യം ദൈവം കൊണ്ടു തരുമ്പം നിങ്ങളത് കണ്ടില്ല എന്ന് വെക്കരുത്. മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത എന്താണ്, നാളെ നമ്മൾ 2 ദിവസം റിവിഷനായിരുന്നു കൊടുത്തിരുന്നത്. നാളെ 18-ാം തീയതിയാണ്. ഓക്കെ, ഡേ 15 നമ്മുടെ തുടങ്ങുന്നത്. SCERT ബയോളജിയാണ് കേട്ടോ. ചാപ്റ്റർ 6 നമ്മൾ പഠിക്കണം കേട്ടോ. ചാപ്റ്റർ 5 ആണ്. സ്റ്റാൻഡേർഡ് 6 ആണ് കേട്ടോ. 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആഹാരത്തിന്. ഓക്കെ, പിന്നെന്താണ് 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ അകറ്റി നിർത്താൻ രോഗങ്ങളെ. പിന്നെന്താണ് അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലും അകറ്റി നിർത്താൻ രോഗങ്ങളെ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ,
സ്റ്റാൻഡേർഡ് 5 എന്താണ് ചാപ്റ്റർ 4 വിത്തിനുള്ളിലെ ജീവൻ. പിന്നെന്താണ് സ്റ്റാൻഡേർഡ് 7 ചാപ്റ്റർ 1 മണ്ണിൽ പൊന്നു വിളയിക്കാം. ഓക്കെ. സ്റ്റാൻഡേർഡ് 6 ചാപ്റ്റർ 6 ഒന്നിച്ച് നിൽക്കാം. പിന്നെന്താണ് സ്റ്റാൻഡേർഡ് 6 ചാപ്റ്റർ 12 പ്രകൃതിയുടെ വരദാനം. പിന്നെ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 നിർമ്മലമായ പ്രകൃതിക്കായി. പിന്നെ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 ഭൂമിയുടെ പുതപ്പ്. പിന്നെന്താണ് 8ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ 12 ഉണ്ട് കേട്ടോ. അപ്പോൾ 12ഉം 13ഉം ഉണ്ട്, ഭൂമിയിലെ ജലവും വൈവിധ്യം നിലനിൽപ്പിനും. അപ്പം ചില ചാപ്റ്റേഴ്സ് വേൾഡ് ജോഗ്രഫിയിൽ വരുന്നതാണ്, താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ്. അപ്പം ഇത്രയും നമ്മുടെ ബയോളജിയുടെ ടോപ്പിക്കിനകത്ത് വരുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയും ഭാഗങ്ങൾ നോക്കണം. പിന്നെ മനുഷ്യശരീരത്തിലെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വേറെ കുറേ ചാപ്റ്റേഴ്സിൽ വരുന്നുള്ളൂ. അത് നെക്സ്റ്റ് ഡേ നമുക്ക് 2 ദിവസമായിട്ട് നമുക്ക് ബയോളജി 2 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എങ്കിലും ഒരു മാക്സിമം നോക്കാം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമായിട്ട് നമുക്ക് ബയോളജി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കറണ്ട് അഫേഴ്സ് ആണ്, അപ്പോയിൻമെൻറ്റ്സ് ആണ്. ഓക്കെ. പിന്നെ മാത്സ് നമുക്ക് സ്ക്വയറും സ്ക്വയർ റൂട്ടും ആണ് കേട്ടോ, വർഗവും വർഗ്ഗമൂലവും. ഓക്കെ. അപ്പോൾ വർഗവും വർഗ്ഗമൂലത്തിന് 2 ദിവസം തരാം കേട്ടോ, പകുതി വെച്ചിട്ട് പഠിക്കുക. ഓക്കെ. പിന്നെ അപ്പോയിൻമെൻറ്റ്സിനകത്ത് നമ്മളെ കേരളവും ഇന്ത്യയും ഉണ്ട്. അപ്പം അതിൻ്റെ PDF ഞാൻ ടെലിഗ്രാമിൽ തരാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. പിന്നെ അപ്പോയിൻമെൻറ്റ്സിനെ നോക്കട്ടെ, ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ക്ലാസ് എടുത്ത് തരാൻ നോക്കാം. ഓക്കെ. ഇതിൻ്റെ SCRT ഞാൻ ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് വരാൻ നോക്കാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ അപ്പോയിൻമെൻറ്റ്സിൻ്റെ PDF ഞാൻ ടെലിഗ്രാമിൽ തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടെലിഗ്രാമിനകത്ത് ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ജോയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ PSC ഈസി കോഡ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നമ്മുടെ ലിങ്ക് ഞാൻ അവിടെ ഷെയർ ചെയ്തേക്കാം, അതുവഴിയും കയറാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഡെയിലി മോട്ടിവേഷനും ക്ലാസ്സുകളും ഒക്കെ നടന്നു പോവുകയാണ്. ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കൂടെ പഠിക്കാം. നമ്മുടെ സമയം എല്ലാം ഇങ്ങനെ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം എത്രയും വേഗം നമ്മൾ പഠിച്ചു തുടങ്ങുന്നോ അത്രയും വേഗം നല്ലതാണ്. ആരും ഇനിയിപ്പം ഡൗൺ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയാണ് പോകുന്നത്. ഓക്കെ. ഇനി ഇങ്ങനെ ആരും പറഞ്ഞു തരാൻ ഉണ്ടായിന്ന് വരത്തില്ല. സോ അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ മുന്നോട്ട് വരിക, അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക. അടുത്ത പുതിയൊരു തുടക്കത്തിനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക. ഓക്കെ. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സിനെല്ലാം പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാവരും കമൻറ്റ്സ് എന്താണെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന എന്താണെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക കേട്ടോ ഈ വീഡിയോയെക്കുറിച്ചുള്ള. പിന്നെ പ്ലീസ് കമൻറ്റ് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ലൈക്കെങ്കിലും ചെയ്തിട്ട് പോകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്കെങ്കിലും ചെയ്തിട്ട് പോകാം കേട്ടോ, എങ്കിൽ റെസ്പോൺസ് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ നിങ്ങളുടെ കമൻസിലും അതായത് നിങ്ങളുടെ ലൈക്കിലും ഒക്കെ ഉള്ള റെസ്പോൺസ് അറിയിച്ചാലേ എനിക്ക് എത്രമാത്രം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നൊക്കെ മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് എല്ലാവരും പ്ലീസ് ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും അന്നേരം തന്നെ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞാൻ മോട്ടിവേഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നേരം തന്നെ കാണണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തേക്കാം. ഓക്കെ. താങ്ക് യു.